നമസ്കാരം. അമേരിക്കൻ സ്വപ്നങ്ങൾക്കും കരിയറിനുമിടയിൽ അപ്രതീക്ഷിതമായി വീണ വിസ വിലക്ക് ഇന്ത്യൻ IT പ്രൊഫഷണലുകളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ US കോൺസുലേറ്റുകൾ ഡിസംബർ മാസത്തെ H1B വിസ അപ്പോയിന്റ്മെന്റുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് വെറുമൊരു സാങ്കേതിക തടസ്സമല്ല, മറിച്ച് ആയിരക്കണക്കിന് പ്രവാസികളുടെ ജീവിതം വഴിമുട്ടിപ്പിക്കുന്ന നടപടിയാണ്. പുതിയ അപേക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ സങ്കീർണമായ സോഷ്യൽ മീഡിയ പരിശോധന വിസ നടപടികളെ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുന്നു. നാട്ടിലെത്തിയ പ്രവാസികൾക്ക് 2026 അപ്പോയിന്റ്മെന്റുകൾ നീട്ടിക്കൊടുക്കുന്ന ഈ നടപടി അവരെ സ്വന്തം നാട്ടിൽ അനിശ്ചിതകാലത്തേക്ക് കുടുക്കിയിട്ടിരിക്കുകയാണ്. പ്രത്യാശകളുമായി എത്തിയവർക്ക് മുന്നിൽ കോൺസുലേറ്റുകളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ തകരുന്നത് നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷ കൂടിയാണ്. ഡിസംബർ മാസം നടക്കേണ്ട H1B വിസ അപ്പോയിന്റ്മെന്റുകൾ കൂട്ടത്തോടെ മാറ്റിവെച്ചത് വിസ സ്റ്റാമ്പിങ്ങിനായി കാത്തിരിക്കുന്ന വിസ ഉടമകൾക്കും പുതിയ അപേക്ഷകർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പുതിയ H1B വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പരിശോധനയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കീറി മുറിച്ചാണ് ട്രംപ് ഭരണകൂടം പരിശോധിക്കുന്നത്. അപേക്ഷകൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ച പോസ്റ്റുകൾ, കമന്റുകൾ, ലൈക്കുകൾ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കും. അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ, വിദ്വേഷ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടം അപകടകരമെന്ന് കരുതുന്ന ഗ്രൂപ്പുകളുമായുള്ള ബന്ധം എന്നിവ ഡിജിറ്റൽ ഇടങ്ങളിൽ ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അപേക്ഷകരുടെ രാഷ്ട്രീയ ചായ്വ് പോലും വിസ ലഭിക്കുന്നതിൽ നിർണായകമായേക്കാം. വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി ജനുവരിയിൽ US മടങ്ങാൻ തീരുമാനിച്ച നിരവധി ഉടമകളാണ് പ്രധാനമായും ആശങ്ക നേരിടുന്നത്. പലർക്കും 2026 മാർച്ച് മാസത്തിന് ശേഷമാണ് പുതിയ അപ്പോയിന്റ്മെന്റ് തീയതി ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ഇവരെല്ലാം ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ സാഹചര്യമാണ് നേരിടുന്നത്. അമേരിക്കൻ സ്വപ്നങ്ങളുമായി വിസ സ്റ്റാമ്പിങ്ങിനായി ഇന്ത്യയിലെത്തിയ പ്രവാസികൾ ഇപ്പോൾ വലിയൊരു അനിശ്ചിതത്വത്തിലാണ്. ഈ നീക്കം ആയിരക്കണക്കിന് IT പ്രൊഫഷണലുകളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് ബാധിച്ചിരിക്കുന്നത്. പലർക്കും അടുത്ത അപ്പോയിന്റ്മെന്റ് തീയതി ലഭിച്ചിരിക്കുന്നത് 2026 മാർച്ച് മാസത്തിന് ശേഷമാണെന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതായത് 1 വർഷത്തിലേറെ കാലം ഇന്ത്യയിൽ കുടുങ്ങിപ്പോകുമോ എന്ന ഭീതിയിലാണ് ഇവരിൽ പലരും. അപേക്ഷകരുടെ കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പരിശോധിക്കുന്ന പ്രക്രിയ സങ്കീർണമായതോടെ വിസ നടപടികൾ ഇഴയുകയാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ ഡിജിറ്റൽ ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കാനും പരിശോധിക്കാനുമുള്ള പുതിയ നിബന്ധനകൾ വന്നതോടെ കോൺസുലേറ്റുകളിലെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ അധിക ജോലിഭാരം വിസ വിതരണത്തെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുന്നു. വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി ജനുവരി ആദ്യവാരം US മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് ഏറ്റവും അധികം വലയുന്നത്. പലർക്കും അടുത്ത അപ്പോയിന്റ്മെന്റ് തീയതി ലഭിച്ചിരിക്കുന്നത് 2026 മാർച്ച് മാസത്തിന് ശേഷമാണെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് മാസങ്ങളോളം ഇന്ത്യയിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. ജോലിയും ശമ്പളവും നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് മിക്കവരും. അമേരിക്കയിലെ കമ്പനികളിൽ നിന്ന് അവധി വാങ്ങി നാട്ടിലെത്തിയവർക്ക് കൃത്യസമയത്ത് തിരികെ എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കും. പുതിയ അപേക്ഷകർക്കും സ്റ്റാമ്പിങ്ങിന് എത്തിയവർക്കും ഒരുപോലെ തിരിച്ചടിയാണ് നേരിട്ടത്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അപ്പോയിന്റ്മെന്റുകൾ പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വ്യക്തമായൊരു ഉറപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭ്യമല്ല. US യാത്ര പ്ലാൻ ചെയ്യുന്നവർ കോൺസുലേറ്റിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കാത്തിരിക്കുകയാണ്. ജനുവരിയിൽ ജോലി പ്രവേശിക്കേണ്ടവർക്ക് ഈ തീയതി മാറ്റം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കൃത്യസമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ അമേരിക്കയിലെ കമ്പനികളിൽ നിന്ന് പിരിച്ചുവിടൽ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പലരും. വാടക വീടുകളും ലോണുകളും കുടുംബജീവിതവും അമേരിക്കയിൽ ഉപേക്ഷിച്ച് വന്നവർക്ക് നാട്ടിലെ ഈ കാത്തിരിപ്പ് താങ്ങാവുന്നതിലും അധികമാണ്. വിസ അപ്പോയിന്റ്മെന്റുകൾ 2026 നീളുന്നത് ഒരു സമയതാമസം മാത്രമല്ല, മറിച്ച് പ്രവാസികളുടെ ജോലി സുരക്ഷയ്ക്കും കരിയറിനും മേലുള്ള വലിയൊരു ഭീഷണി കൂടിയാണ്. അമേരിക്കയിലെ ജോലി, താമസം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയെല്ലാം പ്രതിസന്ധിയിലായ ഈ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. സോഷ്യൽ മീഡിയ പരിശോധനകൾ കർശനമാക്കുമ്പോഴും നിലവിലുള്ള വിസ ഉടമകളുടെ യാത്ര മുടങ്ങാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ കോൺസുലേറ്റുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ജീവിതം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് നമ്മുടെ പ്രൊഫഷണലുകൾ തള്ളപ്പെടും. നീതിയുക്തമായ വിസ നടപടികൾ പുനഃപരിശോധിക്കപ്പെടണമെന്ന പ്രതീക്ഷയിൽ വിങ്ങുന്ന മനസ്സുകളുമായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം. ന്യൂസ് ഡെസ്ക്, ഈനാട് ഗ്ലോബൽ.